ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ മൊത്തത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് സപ്ലൈസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ആവുന്ന തരത്തിലുള്ള സപ്ലൈസും, രണ്ട് എന്ന് പറയുന്നത് പ്രൈവറ്റ് സപ്ലൈസുമാണ്. ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയ സപ്ലൈസിലാണ് നമ്മുടെ റോപ്പോസോ ക്ലൗഡ്, സോഴ്സ് ഇൻഫി, ഡ്രോപ്പ് ഷിപ്പ് ഇന്ത്യ, അതേപോലെ തന്നെ വുക്കൂസി, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ കറക്റ്റ് ഷോപ്പിഫൈ ഇതിനൊരു ആപ്പ് ഉണ്ടായിരിക്കും. അത് നേരെ ഷോപ്പിഫൈയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, അതിന് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് ഓർഡർ വരുമ്പോൾ അത് കറക്റ്റ് ഓട്ടോമേറ്റഡ് ആയിട്ട് ഫുൾഫിൽ ചെയ്ത് പോകുന്നു. ഇതാണ് ഒരു കേസ്. അതാണ് ഫുള്ളി ഓട്ടോമേറ്റഡ് സപ്ലൈസ് എന്ന് പറഞ്ഞ ഭാഗം. രണ്ടാമത്തെ പറയുന്നത് പ്രൈവറ്റ് സപ്ലൈസ്. ഈ പ്രൈവറ്റ് സപ്ലൈസിന്റെ കേസിലാണ് നമ്മൾ ഇന്ത്യ മാർട്ട് നിന്ന് കണ്ടുപിടിക്കുന്ന സപ്ലൈസ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ സ്വയമായിട്ട് പ്രൊഡക്റ്റ് ഇറക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വേറെ തരത്തിൽ ട്രേഡ് ഇന്ത്യ പോലത്തുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് സപ്ലൈസിനെ കണ്ടുപിടിക്കും. ഈ സപ്ലൈസിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആണ്. കാരണം അവർക്ക് അവരുടെ കയ്യിൽ ഷോപ്പിഫൈ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ആപ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഷിപ്പ് റോക്കറ്റ് പോലുള്ള മിഡിൽ ഇൻറ്റഗ്രേറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൈവറ്റ് സപ്ലൈസിനെ കണക്ട് ചെയ്യും. ഓർഡേഴ്സ് വരുമ്പോൾ ഷിപ്പ് റോക്കറ്റ് ഫെച്ച് ചെയ്യും. ഷിപ്പ് റോക്കറ്റിൽ നമ്മൾ പിക്കപ്പും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യും. ഡെലിവറി കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പ്രൈവറ്റ് സപ്ലൈനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഈ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യും. ഇതാണ് ഈ രണ്ട് സപ്ലൈസ് തമ്മിലുള്ള വ്യത്യാസം. ഏറ്റവും ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാൻ നല്ലത് പ്രൈവറ്റ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സപ്ലൈസ് ആണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. മറിച്ച് പ്രൈവറ്റ് സപ്ലൈറിലേക്ക് കേസിൽ പോകുമ്പോൾ കുറച്ചും കൂടി ഡെലിവറി പെർസെൻറ്റേജും മറ്റൊന്നും കാര്യങ്ങളും പ്രൊഡക്റ്റ് ക്വാളിറ്റി ഒക്കെ മെച്ചമുണ്ടെങ്കിൽ കൂടിയും നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് കാര്യങ്ങൾ, അതേപോലെ ഡെലിവറി കോസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ എക്സ്ട്രാ കുറേ ചിലവ് കാര്യങ്ങൾ ആദ്യം തന്നെ വരുന്ന സ്റ്റേജ് പ്രൈവറ്റ് സപ്ലൈറിൻ്റെ കേസിലുണ്ട്.